ബസിലെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ അതിലൊന്ന് പറയുന്നത് ഈ വലിയ തിരക്കിനിടയിൽ ഒരുപക്ഷെ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്തതൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പല ചർച്ചകളിലും വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്തെ തിരക്ക് എത്രത്തോളം ആയിരുന്നു എന്ന് കാര്യമായിട്ടുള്ള രീതികളോ പരാതിയോ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ പരാതി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് മറ്റുള്ളവരാണെങ്കിൽ അത് കാണേണ്ടതല്ലേ. അതവിടെ നല്ലൊരു തിരക്കാണ്. ചിലപ്പോൾ തിരക്കാണെങ്കിൽ ചിലപ്പോൾ മുട്ടിന്നൊക്കെ ഇരിക്കും. പിന്നെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് ബസ്സിൽ അറിയാമല്ലോ, മിക്സ്ഡ് ആയിട്ട് കലർന്നിരിക്കുമല്ല. തിരക്ക് കൂടിയെങ്കിൽ മാത്രമേ വയ്ക്കാറുള്ളൂ. തിരക്ക് കൂടിയെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒന്നും അറിയാതെ വഴി തട്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ നല്ല തിരക്കാണെങ്കിൽ ഓപ്പോസിറ്റിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അത് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാനൊക്കെ പറയുകയാണെങ്കിൽ കണ്ടക്ടറിൽ ഇടപെട്ടാണെങ്കിലും കുറച്ചൊരു പരിധിയുണ്ട്. അറിയാലോ, പ്രൈവറ്റ് സ്ത്രീകൾക്ക് മുൻവശത്തുള്ളതും ആണുങ്ങൾക്കൊരു പരിധി ബാഗ്വശത്തുള്ളതും അറിയാലോ. അവിടെ ഡിഫറൻസ് ഇട്ടിട്ടാണ് ഈ തിരക്ക് നിന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൽ കൂടെ വന്ന് കയറിയപ്പോൾ കയ്യോ തട്ടിയതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരു സ്ഥിരം ഞരമ്പനൊക്കെ ആണിങ്ങനെ ആണെങ്കിലും പുള്ളി അതൊരു അതൊരു കുസലുമില്ലാതെ പ്രശ്നമായിട്ട് എടുക്കില്ല. പക്ഷേ ഇദ്ദേഹം നിരപരാധിയാണെന്നുള്ള തെളിവ് തന്നെയാണ് ഇദ്ദേഹം ഈ ആത്മഹത്യ ചെയ്യാനുള്ള മെയിൻ കാരണം. അതായത് ഇത്രയും വർഷത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് പോലും ഇദ്ദേഹത്തിനെതിരെ ഒരു കേസോ രീതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പെരുമാറ്റം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കുടുംബത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് സാധു മനുഷ്യനാണ്. പക്ഷെ ഒരു നിമിഷത്തെ ഈ സോഷ്യൽ മീഡിയ കാരണം ഒരു നിമിഷത്തെ ഇപ്പോൾ ട്രെൻഡായിരുന്നു. വേറൊരു പെണ്ണിങ്ങനെ ഇതുപോലെ കാണിച്ച് കയറിയതാണ്. എന്തുകൊണ്ടാ പരാതിക്കാരൻ അതിൻ്റെ ഞാൻ ഭാഗത്ത് ന്യായമായിട്ടൊന്ന് രക്ഷപ്പെട്ടു. അയാൾ പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് അയാൾ എന്നോട് രക്ഷപ്പെട്ടു. അതായത് പെണ്ണിൻ്റെ പേര് ഏതാണെന്ന് എനിക്കറിയില്ല. അതിന് ശേഷമാണ് ഈ ട്രെൻഡാക്കിയത്. അതായത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് സെൽഫി എടുത്ത് പല ആംഗിളിലും നോക്കും എന്നെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് മൊബൈൽ എടുക്കുക ഒന്നുമല്ല, എടുത്തോ, പക്ഷേ എന്ന് വെച്ച് പബ്ലിക് ആക്കരുതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിരുന്നു. ഒരാളുടെ ജീവിതം തുറച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായില്ലേ. എന്തായാലും